ബ്രോ ഇതെങ്ങോട്ടാണ് ബാക്ക് ആയിട്ട് അല്ല കച്ചവടം തുടങ്ങി മറ്റേ ഡോർ ഡെലിവറി? കച്ചവടം കളിപ്പിക്കലൊന്നും അല്ല, നിന്റെ ബ്രോ പോവുക കൊടുങ്ങാവിളക്ക്. കൊടുങ്ങള എങ്ങോട്ടാ? അതാ എന്നെ കൂടി കൂട്ടോ? എന്റെ വണ്ടി കൂലി എടുക്കാവോ? ഞാൻ എടുക്കാം. സ്ഥലം എങ്ങനെ വൈബാണോ? അയ്യോ വൈബാണോന്ന് ഇഷ്ടംമാതിരി ഉണ്ട്. പള്ളിപ്പെരുന്നാളുണ്ട്, അമ്പലമുണ്ട്, ഉത്സവമുണ്ട്, ഘോഷയാത്ര ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, കടലുണ്ട്, കായലുണ്ട്, ലേഡീസ് ഹോസ്റ്റല്. അങ്കിള് ഞാൻ പോയിക്കോട്ടെ, ഞാനും കൂടി പോയിക്കോട്ടെ കൂടെ. എവിടെ? ആ സ്ഥലത്ത്. ജിത്തുവെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ ആള് പോകുന്നില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ പോവും. എവിടെ പോവും? ഞാൻ കൂടെ കളിക്കൂ. ഞാൻ എന്തോ പിണങ്ങിയിരിക്കണ എന്ത് സംഭവം എന്താണ്? അപ്പൊ നീ അറിഞ്ഞില്ലേ ഇവിടെ ഉണ്ടായ പുകിലൊന്നും? ഞാനും ക്ലീറ്റർ മച്ചമായിട്ട് ഒരു ധാരണ മിസ്റ്റേക്ക്, അങ്ങനെ ഒരു ചെറിയ വഴക്ക്, അതിന് കറിച്ചു പോവാ. എടാ ഒന്നുമല്ല, എടാ മുത്തിന്റെ അടുത്ത് ട്യൂഷൻ പഠിക്കാൻ വന്ന ആ കൊച്ചില്ലേ മീനു, അതിവിടെ വന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ അതിന് ഇവിടെ കാണാനില്ലടാ. ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ മൊത്തം അന്വേഷിച്ച് നടക്കി ആ കൊച്ചിനെ കാണാതെ പേടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോ അത് ആ റൂമിൽ ഇരിപ്പുണ്ട്. ഞങ്ങള് അന്വേഷിച്ചൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അത് റൂമിലുണ്ട്. ഞങ്ങള് വന്ന് ചോദിച്ചപ്പോ ആ കൊച്ചു പറയാണ് ആ കൊച്ചിന്റെ കയ്യിൽ ഒരു 500 രൂപ ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ചോണ്ട് ഒരാള് അതിനെയും കൊണ്ട് ഹോട്ടലിൽ പോയി. ആരായിരിക്കും? ദേ ഇരിക്കണ്. ആ ഹോട്ടലിൽ പോയിട്ട് രണ്ടുപേരും കൂടെ ഭക്ഷണം കൊച്ചിന് വന്നേക്കണം. 520 രൂപയ്ക്ക് തിന്നിട്ട് രണ്ടുപേരും കൂടെ വന്ന് എന്നിട്ട് അതിന്റെ മയത്തിന് കൊണ്ടുവന്ന് അതിനെ റൂമിൽ കൊണ്ട് ഇരുത്തി. കൊടുത്തല്ലോ, ക്ലീറ്റർ ചേട്ടൻ നല്ലത് കൊടുത്തു. എന്നിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് പോകുമെന്ന് പറയാ ഇപ്പൊ വീട്ടിലോട്ട്. ബ്രോ ഈ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞാനത് പെരക്കകത്ത് ഇങ്ങോട്ട് കയറിയപ്പോൾ ആ കൊച്ചൊരു ബുക്കുമായിട്ട് ട്യൂഷൻ അവിടെ ഇരിക്കുന്നു. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതിനകത്ത് ഒരുപാട് ധാരണ പിശകുകളുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നോക്കുമ്പോൾ നല്ലൊരു അമ്പോറ്റി കൊച്ചു. ആ കൊച്ചെന്റെ കണ്ണിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ ആവശ്യം ഉണ്ടെന്ന് മനസ്സിലായി. മോള് വല്ലതും കഴിച്ചോ? വിശക്കുന്നെന്ന് പറഞ്ഞു. ഞാനിവിടെ മറ്റേ ഡപ്പപ്പാട്ട എല്ലാം നോക്കിയപ്പോൾ ഒന്നിനകത്ത് ഒരു സാധനം പോലും, ഒരു കപ്പലണ്ടി പോലും ഇല്ല. മോളെ നമുക്ക് പുറത്ത് പോയി കഴിച്ചാലെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു എൻ്റെ ബുക്കിനകത്ത് ഒരു 500 എടുത്ത് വെച്ചു. ഫീസ് കൊടുക്കേണ്ടത് ഇതായിരിക്കും. അപ്പൊ എന്റെ സഹായം ആ കൊച്ചു ആവശ്യപ്പെടുന്നുണ്ട്. ആ മോളെയും കൊണ്ട് ഞാൻ പുറത്തു പോയി കഴിച്ചു. എന്നാ തീറ്റ അതിന്നറിയാവോ? ഇഷ്ടംപോലെ വാരി തിന്നത് കൊണ്ടുവന്നിട്ട് അറിയാതെ അവിടെ കൊണ്ടിരുത്തി. അതിനാണ് ഈ ഇല്ലാവചനം പറഞ്ഞ് വലിയ CBI കേസ് പോലെ പറഞ്ഞ് എന്നെ മറ്റമ്പ വിട്ടിട്ട് എന്തോ ചീത്ത പറഞ്ഞ് അടിച്ചെന്നറിയോ? ഈ ഇത് കേട്ടിട്ട് അപവാദത്തിൽ ഞാൻ അവിടെ ഇരിക്കണോ? ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞപ്പോ എത്ര നിസ്സാരം. അയ്യോ ഡേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു തീർന്നല്ലേ? ഞാൻ പോവും. എവിടെ പോകും നീ? ഞാൻ എന്റെ വീട്ടിൽ പോകും. ഈ പോയ വിട്ടു. അതേ വരുന്നുണ്ട്. നീ എന്തിനാണ് ഇവന്റെ അടുത്ത് അടിച്ചത്? അവൻ ആ കൊടുങ്ങാവളെ കണ്ട് പോകാൻ നിൽക്കുക. ഇവനെ തല്ലല്ല, തല്ലി കൊല്ലുകയാണ് വേണ്ടിയിരുന്നത്. പിന്നെ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പാർട്ടി അനാഥായി പോകുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവനെ ഞാൻ തല്ലിയില്ല. പോട്ടെ വിളിച്ചേട്ടാ, എന്തെങ്കിലും പറഞ്ഞ് ഇണക്കി വിളിച്ചോണ്ട് പോവോ? എന്തോ ഇണക്കാലും ഞാൻ നിൽക്കത്തില്ല. ഞാൻ പോവും. ഓ പിന്നെ അയ്യോ ഇയാളൊക്കെ പോവും. ഞാൻ പോവും. അങ്ങോട്ട് ഞാൻ വരത്തില്ല. കളിക്കാതെ വന്നേ റൊണാൾഡോ. നീ ഞാൻ വരുന്നു. പോവും. ചെല്ലടാ. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞില്ല. അങ്ങോട്ട് കളിക്കുന്ന നീ വാ ചേച്ചോ. അവിടെ അരി ഉണ്ടാക്കിയുണ്ട് ചെല്ല്. അവിടെ ഉണ്ടായിരിക്കുന്നു. അവിടെ സവാള അരി ചിരിച്ചട്ടിക്കകത്ത് ഉപ്പിട്ട് വെച്ചേക്കുന്നു. വയറ് വശം പൊടിക്കുഞ്ഞിൻ്റെ 500 രൂപ കട കൊടുക്കേണ്ടി വന്ന്. വേറെ സാധനം സ്പെഷ്യലൊക്കെ കൊണ്ടുവാ. ഞാൻ കണ്ടു. ഒരു പൊടി ഞാൻ പോവല്ലേ കണ്ടേ.